ശ്രീ ഷാഫി ചാലി, ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് അവരുടെ സ്വന്തം സ്ട്രെങ്തും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗിന് 5-6 സീറ്റിന് 6 സീറ്റ് വരെ ലീഗ് ന്യായമായും അർഹതപ്പെട്ട പാർട്ടിയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പരമ്പരാഗതമായി 2 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ 2 സീറ്റിൽ മത്സരിച്ചാൽ മതിയോ? മൂന്നാമതൊരു ലീഗുകാരൻ മത്സരിക്കണമെങ്കിൽ CPM സീറ്റ് കൊടുക്കണമെന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ പൊന്നാനിയിലെ സീറ്റ് നിർണ്ണയത്തിലൂടെ തെളിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ച് എന്നും ET മുഹമ്മദ് ബഷീർ തന്നെ MP ആയാൽ മതിയോ, എപ്പോഴും അബ്ദുൾ സമദ് സമദാനി തന്നെ MP ആയാൽ മതിയോ എന്നൊരു ചോദ്യം അവർക്ക് മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പോട്ടെ, 5 വേണ്ട, 6 വേണ്ട, 1 സീറ്റും കൂടി തന്നൂടെ എന്ന ന്യായമായ ആവശ്യം നിങ്ങൾ എങ്ങനെ പ്രസ് ചെയ്യും? എല്ലാ UDF മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾ UDF മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു തീരുമാനം വരണം. സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗികമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. UDF ഫൈനൽ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ്. അതിന് വിധേയമായിട്ടാണ് എത്ര പേർ മത്സരിക്കണം, എത്ര സീറ്റിൽ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അരുൺകുമാർ ഇവിടെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാവുന്ന തരംഗത്തിലാണ്. ആ തരംഗത്തിലാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയത്. അത് മറക്കണ്ട. പിന്നെ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ കമ്മിറ്റിയിലേക്ക് 2 പേരെ തരാൻ പറഞ്ഞു. എല്ലാ പാർട്ടികളും കൊടുത്തു. സീതാറാം യെച്ചൂരി കൊടുത്തില്ല. എന്താ അതിന് കാരണം തടസ്സം പിണറായി വിജയനാണ്. കാരണം ഇന്ത്യ മുന്നണി വിളിക്കുന്ന യോഗങ്ങൾക്കൊന്നും ഇവരാരും പോകാറില്ല. സീതാറാം യെച്ചൂരി മാത്രമാണ് പോകുന്നത്. എന്നാൽ ചന്ദ്രശേഖര റാവു വിളിച്ചു കൂട്ടിയ യോഗത്തിലേക്കാണ് പിണറായി പോവുകയും ചെയ്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, കേന്ദ്രത്തിനെതിരെ നടത്തിയ പോരാട്ടം, കേന്ദ്രം നടത്തുന്ന അവഗണന, ഇതിനൊക്കെയല്ലേ നിങ്ങളൊരാളെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ. ഒരു മനോഹരമായ ചെല്ലപ്പേര് നൽകിയ ഒരു തിരുത തോമ ഓർമ്മ ഉണ്ടാവും. വലിയ ഇമ്മൻസ് തുക പ്രതിഫലം കൊടുത്തിട്ട് ആ മനുഷ്യനെ ഡൽഹി കൊണ്ടുപോയിരുത്തിയ എന്തിനാ? കേന്ദ്രവും കേരളവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. മോഡിജിയുമായി എനിക്കുള്ള അഗാധമായ ബന്ധം, അമിത്ഷാജിയുമായി എനിക്കുള്ള ബന്ധം, ആ ബന്ധം ഉപയോഗപ്പെടുത്തി ഞാൻ സംസ്ഥാനത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കും. ഇപ്പം എന്താ വടി പിടിച്ചില്ലേ? എന്താ നേടിയെടുക്കാൻ കഴിഞ്ഞോ? കോടതി പോവുകയാണ്, ധർണ നടത്താൻ പോവുകയാണ്. എങ്കിൽ എന്തിനാണ് ഈ ഈ KV തോമസ് എന്ന ഈ ആർത്തി പണ്ടാരത്തിന് ഇപ്പോഴും കേരള സർക്കാരിൻ്റെ ചെലവിൽ തീറ്റിപ്പോറ്റുന്നത്? അയാൾക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് ബോധ്യയില്ലേ? എന്തടിസ്ഥാനത്തിലൊക്കെ ഇവിടെ അംഗനവാടിയിൽ കഞ്ഞി കൊടുക്കാൻ കാശില്ല, ഉച്ചക്കഞ്ഞിക്ക് കാശില്ല. രേഖാപരമായി കേരള ഹൈക്കോടതിയിൽ ഒരു നയാ പൈസ ഖജനാവില്ല എന്ന് എഴുതി കൊടുത്ത സർക്കാർ ഇപ്പോഴും KV തോമസിന് ഒരു മാസത്തിൽ എത്ര കൊടുക്കുന്നത്? അയാളെ കൊണ്ട് എന്തെങ്കിലും അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? അതെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ അരുൺകുമാർ നിങ്ങളൊന്ന് തയ്യാറാകണം. ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കേന്ദ്രം അങ്ങോട്ടാക്കുന്നു, കേന്ദ്രം ഇങ്ങോട്ടാക്കുന്നു. അപ്പോൾ എന്തിനാ ഈ KV തോമസിന് എന്താ പണി? KV തോമസ് ഇടപെട്ടിട്ട് കേരളത്തിന്റെ എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചു? ഒന്നെങ്കിലും പരിഹരിച്ചു. പിന്നെ അയാളെ പേരിൽ ചെലവിടുന്ന ഈ കാശ് നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്ക്. നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തിട്ട് അയാളെ അണ്ണാക്കിൽ എത്ര കൊടുത്തോ? ഒരു പ്രശ്നവുമില്ല. ഈ കാലിയായ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അയാൾ വീടിന്റെ വാടക ഒക്കെ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ എന്താ പ്രയോജനം പറയും? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രശ്നവും പരിഹരിക്കില്ല. പുറമ്പ് കോടതി പോവുകയാണ്, ഡൽഹിയിൽ ധർണ കൂടാൻ പോവുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് പരിഹരിക്കാനാണല്ലോ ഒരാൾ വെച്ചത്. അയാളെ കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് അയാൾ നീക്ക്, എന്നിട്ട് ഇവിടെ ഒന്ന് പറയും. അതല്ലേ വേണ്ടിയത്?